പിന്നെ എന്തുണ്ട് പിന്നെ ഓണം, പഴയ ഓണം എങ്ങനെയായിരുന്നു താങ്കളുടെ? പഴയ ഓണം എന്നൊന്നും പറഞ്ഞിട്ട് നമ്മള് വയസ്സന്മാരെന്ന് വിചാരിക്കും ആൾക്കാർ. അത് ശരിയാ. ഞങ്ങളുടെ ഇപ്പൊ അടുത്ത് കഴിഞ്ഞ കുട്ടിക്കാലത്ത് ഓണം 2 വർഷം മുമ്പേ വീട്ടിൽ തന്നെയായിരുന്നു, ഫാമിലിയുടെ കൂടെ ഉണ്ടാവാന്നുള്ളതന്നെയായിരുന്നു ഓണത്തിന്റെ. കസിൻസിന്റെ കൂടെ അച്ഛമ്മ ഇടാറുണ്ടോ? ഇടാറുണ്ട്. കിട്ടുന്ന പൂക്കള് ബാക്കി പിന്നെ ഇപ്പൊ ഒന്നും അങ്ങനെ ഇപ്പൊ വാങ്ങണ പൂക്കൾ വെച്ചിട്ട് ഫ്ലാറ്റിലൊക്കെ ആകുമ്പോഴേ നമുക്ക് ബുദ്ധിമുട്ടല്ലേ, അങ്ങനെ പൂ പറിക്കാൻ ചെന്ന് അടിയിട്ടില്ല, അപ്പുറത്തെ വീട്ടിൽ പറിച്ചാല്. നജീബിന്റെ എങ്ങനെയായിരുന്നു എന്റെ ഓണം? ഞാന് അറിയാലോ, ഞാൻ ട്രിവാൻഡ്രം സ്വദേശിയാണ്, തിരുവനന്തപുരത്ത് ഭയങ്കരല്ലേ ഓണാഘോഷം? അവിടെ എനിക്ക് മറ്റുള്ള സ്ഥലങ്ങളെക്കാട്ടിയും എനിക്ക് കാണാൻ പറ്റിയത് അവിടെ ഭയങ്കര ആഘോഷമാണ്. ഓണാഘോഷം എന്ന് പറഞ്ഞാല് ഇതുപോലൊരു ആഘോഷം ഇല്ല അവിടെ. ഞങ്ങളുടെ മലബാറിലേക്ക് വിഷുവിനാ പ്രാധാന്യം കൂടുതൽ. ഇവിടെ ഓണത്തിനാണ്. കാരണം വൈകുന്നേരങ്ങളിൽ റോഡിലോട്ട് ഇറങ്ങാൻ പറ്റില്ല, അത്രയ്ക്ക് ഫുൾ. ആ വെള്ളയമ്പലം തൊട്ട് ഈ സ്പോട്ട് വരെ ഫുൾ ലൈറ്റ്, ഈ വർണ്ണ, ഭയങ്കര ഗവൺമെന്റ് സ്പോൺസേർഡ്. പിന്നെ ഈ പ്രോഗ്രാംസ് ആയിരിക്കും എവിടെ നോക്കിയാലും, ലൈവ് ഷോസും കാര്യങ്ങളും, മൊത്തത്തിൽ അടിച്ചുപൊളിയാണ്. ട്രിവാൻഡ്രത്തോട്ടൊക്കെ വരും. പിന്നെ എനിക്കൊരു സന്തോഷമുണ്ട്, പണ്ടൊക്കെ ഞാനേ ഈ പൂജപ്പുര മൈതാനി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അത് ഞങ്ങളെ വീടിനടുത്താണ്. അപ്പോൾ ഞാനവിടെ ഈ ഞങ്ങളെല്ലാവരും പോകാറുണ്ട്. എല്ലാവരും ഇങ്ങനെ വലിയ വലിയ മ്യൂസീഷ്യൻസൊക്കെ വന്ന് പ്രോഗ്രാം നടത്തുന്ന സ്ഥലമാണ്. അപ്പം അന്നേരം 6 ദിവസം ഉണ്ടാവും. അപ്പം അങ്ങനെ ഞാനൊക്കെ അവിടെ പോയിരുന്നിട്ട് പേപ്പറൊക്കെ വിരിച്ച് കണ്ടിട്ടുണ്ട് അവിടെ. അതായത് വളരെ എന്തായാലും കുറച്ച് ഒരു 10 വർഷം മുമ്പ്, 10-13 വർഷം മുമ്പ്. അപ്പോൾ കാരണം ന്യൂസ് പേപ്പറൊക്കെ ഇട്ട്, കാരണം ഞാൻ ഫ്രണ്ട്സൊക്കെ പോയിരുന്നു. അപ്പം ആ ഒരു സ്റ്റേജിൽ ഇപ്രാവശ്യം നമുക്ക് പരിപാടി, അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു മാറ്റം ലൈഫിൽ വരുമ്പോഴത്തേക്കും. അവിടാണ് അത് ഭയങ്കര ഒരു സന്തോഷമുള്ളതല്ലേ, നമ്മുടെ ലൈഫിൽ ഈ ഒരു മാറ്റം നമുക്ക് അറിയാൻ പറ്റും. അത് വലിയൊരു സന്തോഷമുള്ള കാര്യം നമ്മുടെ നാട്ടിൽ. അതാ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊക്കെ നമ്മൾ ജോലിയായിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിന്റെ മുഴുവൻ സമയത്തെയും ഭാഗമാണെന്നൊന്നും പ്രതീക്ഷിച്ചല്ലോ, ഒരു വലിയ ഭാഗ്യമാണ്. അതാണ് ഇഷ്ടപ്പെട്ട ഓണപ്പാട്ട്. ഓണപ്പാട്ട് എനിക്ക്, ഞാൻ കുറച്ച് ദീപക് ദേവ് സാറിൻ്റെ ഒരു പാട്ടുണ്ട്, ഒരു പഴയ ഒരു അദ്ദേഹത്തിൻ്റെ, അപ്പോൾ ആ ഒരു പാട്ട് പാടാം. ശ്രീനിവാസും ചിത്ര ചേച്ചിയും കൂടെ പാടി പാടാം. പ്രണയഗാനമാണ്. ഞാൻ മൊത്തം പ്രണയം വെച്ചിട്ടുള്ള കളിയാണ്. അതെന്തൊക്കെയോ ഉദ്ദേശിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. പ്രണയഗാനം ഓണത്തിനിടെ പുട്ട് കച്ചവടം എന്ന് പറയും. കുടമുല്ലപ്പൂവിനും തിരുവോണം വന്നു മണിത്തെന്നൽ തേരേറി, കുരുക്കുത്തിപ്പൂവിനിൻ മനസ്സിൻ്റെ ഓരത്തെ കളിത്തുമ്പിയല്ലേ ഞാൻ, ഇടനാഴിയിൽ ഇടനെഞ്ചിലെ ഒരു പ്രേമഗാനമാണു ഞാനും, കുടമുല്ലപ്പൂവിനും തിരുവോണം വന്നു മണിത്തെന്നൽ തേരേറി. അപ്പോൾ എന്താണ് സിത്താരയ്ക്ക് ഓണപ്പാട്ട് പെട്ടെന്ന് ഓടി വരുന്ന പാട്ട്? എനിക്ക് ഓണം എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഫാമിലിയാണ് പറഞ്ഞില്ലേ, എനിക്ക് അച്ഛനും അച്ഛമ്മയൊക്കെയാണ്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ് പി ജയേന്ദ്രൻ സാർ പാടിയിട്ടുള്ള, പണ്ട് ദൂരദർശന് വേണ്ടി പാടിയിട്ടുള്ള പാട്ടുണ്ട്. എം ജയേന്ദ്രൻ സാറാണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ. അത് ആ പാട്ട് കേൾക്കുമ്പോഴൊക്കെ എനിക്ക് അച്ഛനെയൊക്കെ ഓർമ്മ വരും ഭയങ്കരമായിട്ട്. ഇപ്പം ഇല്ല. സ്മൃതി തൻ ചിറകിലേറി ഞാൻ ശ്യാമഗ്രാമഭൂവിലണയുന്നു, സ്മൃതി തൻ ചിറകിലേറി ഞാനിൽ ശ്യാമഗ്രാമഭൂവിലണയുന്നു, അരയാലും കുളവും ഈ കൽപ്പടവും പുനർജന്മമെനിക്കേകുന്നു, ഞാൻ എൻ്റെ ബാല്യത്തിൻ തീരത്തു നിൽക്കുന്നു. പി ജയേന്ദ്രൻ സാറിന്റെ ശബ്ദം ഇങ്ങനെ ഓർത്തോണ്ടേയിരിക്കും ഇങ്ങനത്തെ പാട്ടുകൾ മാത്രമല്ല, എന്താ പറയാ, ഇത്രയധികം യങ്സ്റ്റേഴ്സിന് പറ്റിയ വോയിസ് ആണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് നമ്മളെ ഇടയ്ക്ക് ഒരു ഷോ ഒരുമിച്ചുണ്ടായിരുന്നില്ലേ, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. അവരിപ്പോ എത്ര പാട്ടുകാരല്ലേ നമ്മൾ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും. പിന്നെ എന്തുകൊണ്ട് പിന്നെ കൺസേർട്ട് ഒക്കെ ചെയ്യുന്നില്ലേ? ഗസൽസ് ചെയ്യുന്നുണ്ട്. ലൈവുകള് ഗസൽസ് തന്നെയാണ് കൂടുതലും ചെയ്യണത്.
എനിക്ക് തോന്നുന്നു കേരളത്തിലും ഉണ്ട്, പിന്നെ മിഡിൽ ഈസ്റ്റിലും അതിനുള്ള സ്ഥലങ്ങളുണ്ട്. ബേസിക് ക്ലാസിക്കലായിട്ടല്ലേ ഞാൻ ഹിന്ദുസ്ഥാനി ക്ലാസിക്കലാണ്, ഹിന്ദുസ്ഥാനിയാണ് ഹിന്ദുസ്ഥാനി ക്ലാസിക്കലാണ് പഠിക്കണേ. ഞാൻ ഉസ്താദ് ഫയാസ് ഖാൻ, അദ്ദേഹമാണ് എൻ്റെ ഗുരുനാഥ്. ഇപ്പൊ ഞാൻ കൽക്കട്ടയിൽ രവീന്ദ്രഭാരതി യൂണിവേഴ്സിറ്റിയിൽ PG ചെയ്യുന്നുണ്ട്. ഒരു ഗസൽ ആയല്ലോ നമുക്ക് ഓണത്തിന്. ഓണത്തിന് उनका इशारा जान से प्यारा दे गया दिल को मेरे सहारा उनका इशारा जान से प्यारा അരെ വാ, സംഗതികളാണല്ലോ ഫുൾ. നെയ്യാറനൂറിന്റെ ഒരു നല്ല പാടിയതാ. ഞാൻ അതേമാതിരി നജീബിനോട് ഇങ്ങനെ ഒന്ന് കാണുമ്പോൾ ചോദിക്കുന്നത് വെച്ചാൽ ഹിന്ദി സോങ് പാടിയിരുന്നില്ലേ, ഒരു ഹിന്ദി പാട്ട് അത് പാടിത്തരുമോ? അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമുക്ക് അവിടെയൊക്കെ നമുക്ക്, കാരണം ഒരു ബോളിവുഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അപ്പൊ അന്നേരം നമുക്ക് അവരെ നമ്മൾ അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു, കാരണം പ്രത്യേകിച്ചും ലാംഗ്വേജിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ സൗത്ത് ഇന്ത്യൻസിന്റെ മൊത്തത്തിൽ ഒരു പ്രത്യേകിച്ചും ഒരു അങ്ങനെയുള്ളതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ അവരതൊക്കെ വലിയ നല്ലൊരു എൻകറേജ് ചെയ്യുന്ന രീതിയിലായിരുന്നു എൻ്റെ അടുത്ത്. പിന്നെ ഇതൊരു അക്കാഡമിക് മൂവിയാണ്. പിന്നെ വേറൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതിൽ പാടിയിരിക്കുന്നവരൊക്കെ വലിയ സിംഗേഴ്സാണ്. സുഖവിന്ദർ സിംഗ്, ജാവേദ് അലി, ഉഷ, ദീദി പാടിയിട്ടുണ്ട്. പിന്നെ ഈ പാട്ട് അപ്പൊ അന്നേരം അവരുടെയൊക്കെ പേരിനിടയ്ക്ക് നമ്മുടെ ആ ടൈറ്റിൽസ് തന്നെ എനിക്ക് ഞാൻ 2 പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ, ഞാൻ വളരെ ആക്സിഡൻ്റിൽ ഞാൻ അവിടെ ചെല്ലുന്നതാണ്. അപ്പോൾ അന്നേരം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, വിജയ് തോമസ് ഫ്രണ്ട്. പുള്ളി ഓഡിയോ എഞ്ചിനീയറാണ്. അപ്പം പുള്ളിയായിട്ട് ഞാൻ ജസ്റ്റ് സ്റ്റുഡിയോ പോകുന്ന സമയത്ത് ഇവിടെ കമ്പോസ് നടക്കുമായിരുന്നു. അപ്പം അന്നേരം പാടാൻ പറഞ്ഞു, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ജസ്റ്റ് പാടാൻ പറഞ്ഞു. അപ്പോൾ അവർ അടുത്ത ഹരിഹരൻ സാറിനെ കൊണ്ട് പാടിക്കാനായിട്ട് ഈ പാട്ടിങ്ങനെ വെച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ വരവ്. അന്നേരം എനിക്ക് പോകുന്ന വഴിക്ക് ഒരു പാട്ടെന്നുള്ളൊരു അവസ്ഥയിൽ എനിക്ക് ആ പാട്ട് എൻ്റെ കയ്യിലോട്ട് വന്ന് പെടുമായിരുന്നു. വളരെ അപ്രതീക്ഷിതമായിട്ട് ആ പാട്ട് എന്നെ കൊണ്ട് അവർ പാടിച്ചു. അപ്പം അത് തന്നെ വലിയൊരു പാടാം. അത് ഗസൽ മൂടാണ്. ഞാൻ ഗസൽ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഈ കേട്ടിട്ടുള്ള പരിചയം വെച്ചിട്ടാണ് നമ്മൾ ഫിലിം സോങ് ഒക്കെ മറ്റേ പെട്ടെന്ന് പഠിച്ചല്ലേ പാടും. അതുപോലെ തന്നെ ബേസ് ക്ലാസിക്കലാണ്, പക്ഷെ ഗസൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അങ്ങനെ കേട്ട് ഗുലാം അലി സാഹിബിൻ്റെയും മെഹദി ഹസൻ, ഹരിഹരൻ സാറിൻ്റെ ഒക്കെ ഒത്തിരി കേൾക്കാറുണ്ട്. അപ്പം അങ്ങനെ ഈ ഒരു പാട്ടും ആ ഗസൽ മൂഡിലുള്ളൊരു പാട്ടാണ്. സവാലോं की गोद में सोया हुआ वो नन्हा सा अंधेरा, मुंदी हुई आँखों पर उसके अभी हाथ किसी ने है छोड़ा, मखमल की उंगलियां है सूरज की रोशनी का अंगूठा है. ബ്യൂട്ടിഫുൾ. അടിപൊളിയായി. ശരിക്കും നല്ല പാട്ട്, നല്ല പാട്ട്. ഇത് യൂട്യൂബിൽ ഇപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ഡീറ്റെയിൽസ് ഒക്കെ നടക്കുന്നേ ഉള്ളൂ ബോംബെയിൽ. അപ്പോൾ ഈ വർഷം ഇറങ്ങുന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തായാലും നമുക്ക് പറയാലോ, നമ്മൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് പുറത്തൊക്കെ പാട്ടുകൾ പാടാൻ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. കാരണം ഒരു ഭാഷയുടെ ബാരിയറിൻ്റെ ഒക്കെ അപ്പുറം മ്യൂസിക് എന്ന് പറഞ്ഞ ഒരു ടോട്ടൽ എന്താ പറയുക, യൂണിവേഴ്സലി അതിനൊരു ഭാഷയുണ്ടല്ലോ. അപ്പം പുറത്തുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എനിക്കെപ്പോഴും ഇങ്ങനെ തോന്നാറുണ്ട്, മ്യൂസിക്കലി ഇപ്പോൾ ഒരു ചേഞ്ചും ഇല്ല. ഭാഷ നമ്മൾ ഏത് ഭാഷയാണെങ്കിലും റെസ്പെക്ട് ചെയ്ത് പാടുകയെന്നല്ലാണ്ട്. ഏതൊക്കെ ഭാഷ? വേറെ തമിഴ്, പിന്നെ കന്നഡ, സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസ്. പിന്നെ വേറെ പിന്നെ ഏതൊക്കെ മ്യൂസിക് ഡയറക്ടേഴ്സ് മെയിൻ വർക്ക് ചെയ്തിട്ടുണ്ട്? കാരണം നമുക്ക് ഒരു വലിയൊരു ഭാഗ്യമാണ്, എല്ലാ യങ്സ്റ്റേഴ്സും സീനിയേഴ്സും എല്ലാവരും പുതിയ ആൾക്കാർ നമ്മളെ പോലുള്ള ആൾക്കാരെ നല്ലവണ്ണം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇല്ലേ? ഇപ്പൊ കൃത്യമായിട്ട് അതെ ഇപ്പൊ എല്ലാരും ചോദിക്കും ഒരുപാട് പാട്ടുകാരുണ്ടല്ലോ എന്നൊക്കെ. അങ്ങനെ ചോദിക്കുമ്പോൾ അപ്പൊ എങ്ങനെ ഇതെന്താ മത്സരമായിട്ടാണോ കാണുന്നതെന്നൊക്കെ ചോദിക്കുക എല്ലാവരും. ബേസിക്കലി ഇത് അങ്ങനെ ഒരു മത്സരിക്കുകയല്ലല്ലോ, നമുക്ക് നമ്മളുടെ തെറ്റുകൾ കറക്റ്റ് ചെയ്യാന്നുള്ളതല്ലാണ്ട് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, എല്ലാവരും ടാലന്റഡ് ആണ്. അപ്പം
അവരവർക്ക് കിട്ടുന്ന പാട്ടുകൾ കൃത്യമായിട്ട് നമുക്ക് പാടാൻ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പിന്നെ പുതിയ വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഔസേപ്പച്ച സാറിൻ്റെ മനോഹരമായ പാട്ട് വരുന്നുണ്ട്. കമൽ സാറിൻ്റെ മൂവിയാണ്, നടൻ എന്നാണ് പടത്തിൻ്റെ പേര്. അതുപോലെ കാഞ്ചി എന്ന് പറഞ്ഞിട്ട് പടം ഇപ്പോൾ 27th റിലീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് റോണി റാഫേൽ ചേട്ടനാണ്, ഇന്ദ്രജിത്ത് ചേട്ടനാണ് നായകൻ. അതുപോലെ അഫ്സൽ യൂസഫ് ഇക്കെ പറ്റി പിന്നെ അറിയാലോ, വളരെ ഭയങ്കര ഭയങ്കര പെറ്റാണ്. അത് നമ്മൾ ഇന്ന് തുടങ്ങിയതല്ല, ഈ പറഞ്ഞ പോലെ സിത്താറ് നമ്മൾ ആ ഒരു അതുപോലെ തന്നെ അന്ന് തൊട്ട് ഉള്ള ഒരു ബന്ധമാണ്. നമ്മൾ ആ റിയാലിറ്റി ഷോ പങ്കെടുക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം വിളിക്കുമായിരുന്നു. ഭയങ്കര നമ്മൾ ഉയർന്നു വരണമെന്നുള്ള ആഗ്രഹമാണ്. കാരണം ഇപ്പം സിത്താരയ്ക്ക് അറിയാലോ, എല്ലാം അദ്ദേഹം പാടിപ്പിക്കുന്ന എല്ലാം പുതിയ സിംഗേഴ്സിനെയാണ്. അപ്പോൾ എല്ലാം പുതിയ കലാകാരെ ഉയർത്തിക്കൊണ്ടുവരാൻ എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി. അപ്പം അത് വലിയൊരു കാര്യമാണ്. അപ്പം ഞങ്ങൾ അത്ര നല്ലൊരു ഫ്രണ്ട്ലി രീതിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പറങ്കി മല എന്ന് പറഞ്ഞിട്ട് പടം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ പാടിയിട്ടുണ്ട്. അതുപോലെ ഗോപി സുന്ദരേട്ടൻ്റെ പാട്ടുണ്ട്. എല്ലാവരും ഇപ്പം മജോ ജോസഫിൻ്റെ ഹാങ് ഓവർ എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട്. പിന്നെ ശ്യാം ധർമ്മൻ ചേട്ടൻ്റെ നല്ലൊരു, ഞാൻ ഇതുവരെ പാടിയിട്ടുള്ളതിൽ ഏറ്റവും ടഫായിട്ടൊരു സോങ് വരുവാണ്. അത് നമുക്ക് പറയാം, ഒരു പാട്ട് ഇപ്പോൾ ഈ പറയുന്ന പാട്ടൊക്കെ പ്രണയ റിലേറ്റഡ് ആയിട്ടുള്ള റൊമാൻറ്റിക് ആയിരിക്കും. പക്ഷേ ഇതും അതൊക്കെ ആണെങ്കിൽ കുറച്ചൊരു ഹിന്ദുസ്ഥാനി ഫുൾ. ശ്യാം ധർമ്മൻ സാറിന്റെ പാട്ടുകൾ ഭയങ്കര അദ്ദേഹം നന്നായിട്ട് പാടിത്തരും ചെയ്യും. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് പാടിയിട്ടില്ല, വർക്ക് ചെയ്തിട്ടുണ്ട്, നോൺ ഫിലിമിയാണ്. അത് ഇതേമാതിരി തന്നെയാണ്, നല്ലൊരു മ്യൂസിക്കൽ ഡിസൈനാണ്. അത് അതിമനോഹരമായിട്ട് പാടിത്തരും ചെയ്യും. അപ്പൊ പിന്നെ എനിക്ക് ഓവർ ഫോണാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്, നേരിട്ടല്ല വോയിസ് എടുത്തിട്ടില്ല. ശരിക്കും അതെ, ഭയങ്കര നല്ല മ്യൂസിഷ്യൻ. ഞാൻ പാടിയ പാട്ട് അതുപോലെ തന്നെ അദ്ദേഹം പാടി വെച്ചിട്ടുണ്ട്. അത് പിന്നെ വളരെ ഫ്രീ ആയിട്ട്. പിന്നെ വിദ്യാസാഗർ സാറിന് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ സത്യനദിക്കാട്, അതെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. ഏതൊക്കെയാണ് പുതിയ പ്രോജക്റ്റ് നമ്മൾ തമ്മിൽ പാടിയിട്ടുണ്ടല്ലോ. മിക്കവാറും എല്ലാ പടങ്ങളിലും ഒരു ഒരുമിച്ച് തന്നെ ഉണ്ട്. അത് റാസ്പുട്ടനിലുണ്ട്, അതിൽ നജീമിന്റെ ഞാൻ പാടിയിട്ടുണ്ട്, റോബി എബ്രഹാം. അതെ അതെ, അദ്ദേഹത്തിന്റെ. പിന്നെ ഗോപി സുന്ദർ സാറിന്റെ ഒരു എന്താ പറയുക, ഒരു കീർത്തനം ബേസ്ഡ് ആയിട്ടുള്ളൊരു ഇത് പാടിയിട്ടുണ്ട്. പിന്നെ മോഹൻ സിത്താര സാറിന്റെ പാട്ടുണ്ട്, കളർ ബലൂൺ അതിലുണ്ട്. പിന്നെ വിദ്യാധര മാഷിന്റെ പാട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി കുറെ പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സിനെ ഉണ്ടല്ലോ, സുമേഷ് ആനന്ദ്, പിന്നെ സന്തോഷ് രാജ് എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ. സുമേഷ് ആനന്ദിന് ഡുവറ്റാണത് അല്ലേ? എവിടെയാലും വിട്ടുപോയില്ല. അങ്ങനെ ഒരു 10-16 പാട്ടുകൾ ഉണ്ട് പുതിയ പാടി വെച്ചത്. ഓരോ സമയത്തായിട്ട് റിലീസാവും, ആളുകൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷ. അത് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നമ്മളിപ്പോ ഇവിടെ വന്നിരിക്കുന്നത്. അതൊരു വലിയൊരു അവരുടെ അടുത്തുള്ള ഓഡിയൻസിന്റെ ഒരു സപ്പോർട്ടും പ്രാർത്ഥനയും വളരെ വലുതാണ്. നമ്മൾ കുറെ പടത്തിൽ പാടിയുണ്ടെന്നും ചിലപ്പോൾ നമുക്ക് പറയാം കുറെ എണ്ണത്തിൽ ഇത്രയും പാടിയത്, പക്ഷെ ഒരു പാട്ട് ഹിറ്റ് ആവുമ്പോഴാണ് നമുക്ക് അത് വലിയ സന്തോഷം. ഇനിയും നമുക്ക് ഇതുപോലെ വന്നിരിക്കാനുള്ള നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അപ്പൊ നല്ല ഓണം വീട്ടിൽ എല്ലാവരോടും പറയണം. ഞാൻ അന്വേഷിച്ചു എന്ന് പറയണം വീട്ടില്. പറഞ്ഞേക്കാം. നമുക്കൊരു ഓണപ്പാട്ടോടുകൂടി നമുക്കൊരു കാര്യം ചെയ്യാം. പ്രതീക്ഷിക്കാതെ നമ്മൾ വിട്ടുപോയ ഒരു കാര്യം പറഞ്ഞുപോയി. നമ്മള് ഇത്രയും നേരം നമ്മുടെ സംസാരമൊക്കെ ആയിട്ട് സഹിച്ചിരുന്ന പ്രേക്ഷകർക്കൊരു ഓണം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും ഓണാശംസകൾ. ഇനി പാട്ട് പാടാം. നമുക്ക് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഒരു പാട്ട് പാടാം. സ്വാമിക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മള് എന്താ പറയാ, നമ്മൾ ഓരോ ഇങ്ങനത്തെ വലിയ വലിയ ലെജൻസ് വിട്ടു പോകുമ്പോഴാണ് അവരുടെ പ്രാധാന്യം ഒരുപക്ഷെ വീണ്ടും ഓരോ സമയം ഓരോ പാട്ടുകൾ കേൾക്കുമ്പോഴാണ് അതിങ്ങനെ വേദനയായിട്ട് കിടക്കും. അപ്പൊ ആ പാട്ട് പാടാം. തുയിലുണരു തുയിലുണരു തുമ്പികളെ, തുമ്പപ്പൂങ്കാട്ടിലെ വീണകളെ. തുയിലുണരു തുയിലുണരു തുമ്പികളെ, തുമ്പപ്പൂങ്കാട്ടിലെ വീണകളെ. തിരുവോണപ്പുലരി വന്നു, തൃക്കാക്കര നട തുറന്നു, കുരവയിട്ടു പാറി വരൂ കുരുവികളെ, കുരവയിട്ടു പാടി വരൂ കുരുവികളെ.